ആർട്ട് ഹൗസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇറ്റ്സ് മീ ഫാസിൽ. സ്കൂളുകളുടെയോ അതല്ലെങ്കിൽ ട്യൂഷൻ സെൻറ്ററുകളുടെയോ അതല്ലെങ്കിൽ മറ്റു സ്ഥാപനങ്ങളുടെയൊക്കെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് എങ്ങനെയാണ് ഇതുപോലെ ഒരു അഡ്മിഷൻ പോസ്റ്റർ ക്രിയേറ്റ് ചെയ്യുന്നത് എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. ഫോട്ടോഷോപ്പിൽ പുതിയ ഒരു പേജ് ക്രിയേറ്റ് ചെയ്ത് അതിലേക്ക് ഓരോ എലമെൻറ്റുകളും ആഡ് ചെയ്ത് ഇതേപോലെ ഒരു പോസ്റ്റർ ആയിട്ട് സേവ് ചെയ്യുന്നത് വരെയുള്ള കംപ്ലീറ്റ് പ്രോസസ്സ് അടങ്ങിയിട്ടുള്ളൊരു വീഡിയോ ആണ്. മാത്രവുമല്ല, ഈ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്ന മുഴുവൻ ഇമേജുകളുടെയും ഐക്കൺസിൻ്റെയും ഒക്കെ ലിങ്ക് ഡൗൺലോഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് കൊടുത്തിട്ടുണ്ട്. അത് ഡൗൺലോഡ് ചെയ്തുകൊണ്ട് വീഡിയോയുടെ കൂടെ നിങ്ങൾക്കും പ്രാക്ടീസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ വീഡിയോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണാൻ ശ്രമിക്കുക. നമുക്ക് വീഡിയോയിലേക്ക് എടുക്കാം. അതിന് വേണ്ടിയിട്ട് ആദ്യമായിട്ട് ഞാനിവിടെ ഫോട്ടോഷോപ്പ് ഓപ്പൺ ചെയ്യുന്നു. ഫോട്ടോഷോപ്പ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു രൂപത്തിലുള്ള ഇൻ്റർഫേസ് ആയിരിക്കും ലഭിക്കുന്നത്. ശേഷം പുതിയ ഒരു പേജ് ക്രിയേറ്റ് ചെയ്ത് അതിലേക്ക് നമ്മുടെ ഓരോ എലമെൻറ്റുകളും ആഡ് ചെയ്ത് ഒരു ഡിസൈനാക്കി മാറ്റാനാണ് പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ആദ്യമായിട്ട് നമുക്ക് ആ ഒരു പേജ് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. പേജ് ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ ഫയൽ എന്നതിൽ പോയിക്കൊണ്ട് ന്യൂ എന്ന് പ്രസ് ചെയ്തുകൊണ്ട് പുതിയ പേജിനുള്ള സൈസൊക്കെ നമ്മൾ ഇവിടെ സെറ്റ് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. ഇതിപ്പോൾ ഇൻസ്റ്റഗ്രാമിലേക്കൊക്കെ ഷെയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള പോസ്റ്റ് ആയതുകൊണ്ട് തന്നെ 1080 × 1080 പിക്സൽ ആണ് സെലക്ട് ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ആദ്യമായിട്ട് ഈ ഒരു ബോക്സിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് പിക്സൽ എന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുന്നു. ശേഷം വിഡ്ത്ത് എന്നെടുത്ത് 1080 എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു. ഇവിടെയും 1080 എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ശേഷം റിസൊല്യൂഷൻ എന്നെടുത്ത് 300 എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ശേഷം കളർ മോഡ് എന്നെടുത്ത് ഇവിടെ RGB കളർ എന്ന ഈ ഒരു ഓപ്ഷൻ തന്നെയാണ് സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടത്. ശേഷം ക്രിയേറ്റ് എന്ന് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിതേപോലെ പുതിയൊരു പേജ് കിട്ടുന്നതാണ്. ഈ ഒരു പേജിനകത്തായിട്ടാണ് നമ്മുടെ മുഴുവൻ കാര്യങ്ങളും കൊണ്ടുവരാൻ പോകുന്നത്. ആദ്യമായിട്ട് ഈ ഒരു ഡിസൈനിനകത്തുള്ള ബാക്ക്ഗ്രൗണ്ടാണ് നമ്മൾ കൊണ്ടുവരാൻ പോകുന്നത്. ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും, ഇവിടെ ഒരു ഡാർക്ക് ബ്ലൂവും ഇവിടെ ഒരു ലൈറ്റ് ബ്ലൂ ആയിട്ടാണ് വരുന്നത്. ആ ഒരു ബാക്ക്ഗ്രൗണ്ട് എങ്ങനെ കൊണ്ടുവരാമെന്ന് നമുക്ക് നോക്കാം. അതിനുവേണ്ടി ഒരു ഫോട്ടോഷോപ്പിലേക്ക് തന്നെ ഞാൻ പോകുന്നു. ശേഷം ഇവിടെ ഒരു ഗ്രേഡിയൻറ്റ് കളറിൻ്റെ ഓപ്ഷനാണ് സെലക്ട് ചെയ്യാൻ പോകുന്നത്. ഇവിടെ ടൂൾ ബാറിലേക്ക് പോയി നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ഭാഗത്തായിട്ട് ഒരു ഗ്രേഡിയൻറ്റിൻ്റെ ഓപ്ഷൻ നമുക്ക് ലഭിക്കുന്നതാണ്. ഈ ഒരു ടൂൾ സെലക്ട് ചെയ്ത് കൊടുക്കുന്നു. ശേഷം ഈ ഒരു ആരോയിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഇതിൽ നിന്നും ബേസിക്സ് എന്നതിനകത്തുള്ള മൂന്നാമതായിട്ട് കാണുന്ന ഈ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുക്കുന്നു. ശേഷം മുകളിൽ കാണുന്ന ഈ ഒരു കളറിൻ്റെ ബോക്സിൽ ഡബിൾ ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ കളർ ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻസ് ലഭിക്കുന്നതാണ്. ഈ ഒരു ബ്ലാക്കിൻ്റെ ഭാഗത്ത് ഒരു ഡാർക്ക് ബ്ലൂവും ഈ ഒരു വൈറ്റിൻ്റെ ഭാഗത്ത് ഒരു ലൈറ്റ് ബ്ലൂ ആണ് ഞാൻ കൊണ്ടുവരാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഈ ബ്ലാക്കിന് താഴെ കാണുന്ന ഈ ഒരു കളർ ബോക്സിൽ ഡബിൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുന്നു. ശേഷം ഇതിൽ ഒരു ബ്ലൂ കളർ സെലക്ട് ചെയ്യാനാണ് പോകുന്നത്. ആ ഒരു ബ്ലൂ കളറിൻ്റെ കോഡ് ഞാനിവിടെ പേസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതാണ് അതിൻ്റെ ഒരു കോഡ് എന്ന് പറയുന്നത്. ഞാനിപ്പോൾ ഈ കോഡ് സെലക്ട് ചെയ്യുന്നു. ശേഷം Ctrl+C എന്ന് പ്രസ് ചെയ്തുകൊണ്ട് കോപ്പി ചെയ്യുന്നു. ശേഷം ഈ ഒരു ഭാഗത്തായിട്ട് പേസ്റ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു സെയിം കളർ തന്നെ നമുക്ക് ലഭിക്കുന്നതാണ്. ശേഷം ഓക്കെ എന്ന് പ്രസ് ചെയ്തു. ഇപ്പോൾ നമ്മൾ ഡാർക്ക് ബ്ലൂ സെലക്ട് ചെയ്തിട്ടുണ്ട്. ശേഷം ഈ ഒരു ഭാഗത്തായിട്ട് ഒന്ന് ഡബിൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുന്നു. ശേഷം ഇവിടെ ഒരു ലൈറ്റ് ബ്ലൂ ആണ് സെലക്ട് ചെയ്യാൻ പോകുന്നത്. ലൈറ്റ് ബ്ലൂവിൻ്റെ കോഡ് എന്ന് പറയുന്നത് ഇതാണ്. അത് ഞാൻ കോപ്പി ചെയ്യുന്നു. ശേഷം ഈ ഒരു ബോക്സിൽ മുഴുവൻ സെലക്ട് ചെയ്തുകൊണ്ട് Ctrl+V എന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്കിവിടെ പേസ്റ്റ് ആയിട്ട് ലഭിക്കുന്നതാണ്. ശേഷം ഇവിടെ ഓക്കെ എന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നു. ഇപ്പോൾ നമുക്ക് ഒരു ഭാഗത്ത് ഡാർക്ക് ബ്ലൂവും ഒരു ഭാഗത്ത് ലൈറ്റ് ബ്ലൂവും കിട്ടിയിട്ടുണ്ട്. ശേഷം ഇവിടെ ഓക്കെ എന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നു. ഇനി നമ്മുടെ ഗ്രേഡിയൻറ്റിൻ്റെ മോഡ് രണ്ടാമതായി കാണുന്ന ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുക്കുന്നു. മറ്റു മാറ്റങ്ങളൊന്നും ഇവിടെ വരുത്തേണ്ട ആവശ്യമില്ല. ഇവിടെ റിവേഴ്സി എന്ന ഈ ഒരു ടിക്ക് മാർക്ക് ഓൺ ആണ് എന്ന് ഉറപ്പുവരുത്തുക. ശേഷം നമ്മുടെ പേജിൻ്റെ സെൻട്രലായിട്ടൊന്ന് ക്ലിക്ക് ചെയ്തുകൊണ്ട് ഇതേപോലെ ഒന്ന് വലിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു കളർ നമുക്ക് ഇതേപോലെ ലഭിക്കുന്നതാണ്. ഇപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും, ഇതിന് ചുറ്റും ഡാർക്കായിട്ടും സെൻട്രലായിട്ട് ഒരു ലൈറ്റ് ബ്ലൂ ആയിട്ടുമാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇപ്പോൾ നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിൻ്റെ പണി ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും, ഇവിടെ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ലെയർ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മുടെ ഈ ഒരു ഡിസൈനിൽ കാണുന്ന പോലെ തന്നെ ഒരു ഫോട്ടോ കൊണ്ടുവരാനാണ് ഉദ്ദേശിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഫയൽ എന്നതിൽ നിന്നും ഓപ്പൺ എന്ന് പ്രസ് ചെയ്തുകൊണ്ട് ആ ഒരു ഫോട്ടോ സെലക്ട് ചെയ്ത് കൊടുക്കാൻ പോവുകയാണ്. ഈ പോസ്റ്ററിൽ ഞാൻ ഉപയോഗിച്ചിരിക്കുന്ന മുഴുവൻ ഇമേജുകളുടെയും ഐക്കൺസിൻ്റെയൊക്കെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കൊടുത്തിട്ടുണ്ട്. അതൊക്കെ ഡൗൺലോഡ് ചെയ്തുകൊണ്ട് വീഡിയോയുടെ കൂടെ നിങ്ങൾക്കും പ്രാക്ടീസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇതിൽ നിന്നും ഞാനിപ്പോൾ കിഡ്സ് എന്ന് പറയുന്ന ഇമേജ് സെലക്ട് ചെയ്യുന്നു. ശേഷം ഓപ്പൺ എന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഫോട്ടോഷോപ്പിൽ മറ്റൊരു ടാബിനകത്തായിട്ട് നമ്മുടെ ഇമേജ് ഓപ്പൺ ആയിട്ട് നമുക്ക് കിട്ടുന്നതാണ്. ഇപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും, ആദ്യം നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ആ ഒരു ഫയൽ ഇവിടെ ഉണ്ട്. ഇത് നമ്മൾ ഇപ്പോൾ ഓപ്പൺ ചെയ്തിട്ടുള്ള ആ ഒരു ഫോട്ടോ ആണ്. ഈ ഫോട്ടോയിൽ ഇപ്പോൾ പ്രത്യേകം ഒരു ബാക്ക്ഗ്രൗണ്ടൊക്കെ കാണുന്നുണ്ട്. ആ ഒരു ബാക്ക്ഗ്രൗണ്ട് എങ്ങനെ റിമൂവ് ചെയ്യാം എന്ന് നമുക്ക് നോക്കാം. ഫോട്ടോഷോപ്പിൽ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരുപാട് ഓപ്ഷൻ നമുക്ക് അവൈലബിൾ ആണ്. അതല്ലെങ്കിൽ റിമൂവ് BG എന്ന് പറയുന്ന വെബ്സൈറ്റിലേക്ക് നമ്മുടെ ഫോട്ടോ അപ്ലോഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ സിമ്പിളായിട്ട് ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ സെലക്ട് സബ്ജക്റ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ടാണ് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യുന്നത്. കാരണം ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കുറച്ച് സിമ്പിൾ ആയതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു ഓപ്ഷൻ ഇവിടെ വർക്കാവാൻ സാധ്യതയുണ്ട്. ആ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ടൂൾ ബാറിൽ ഈ ഒരു ഭാഗത്തേക്ക് പോയി നോക്കിക്കഴിഞ്ഞാൽ ഒബ്ജക്റ്റ് സെലക്ഷൻ ടൂൾ എന്ന ഒരു ടൂൾ നമുക്ക് ലഭിക്കുന്നതാണ്.
ആ ഒരു ടൂൾ സെലക്ട് ചെയ്ത് കൊടുക്കുന്നു. ശേഷം മുകളിൽ കാണുന്ന സെലക്ട് സബ്ജക്റ്റ് എന്ന ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ നമ്മുടെ ഇമേജിനെ ഫോട്ടോഷോപ്പ് ഡിറ്റക്റ്റ് ചെയ്യുന്നതാണ്. ചിലപ്പോൾ ചെറിയൊരു ലാഗ് ഇവിടെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ നമ്മുടെ ഇമേജ് ഫോട്ടോഷോപ്പ് കണ്ടെത്തിയിട്ടുണ്ട്. ശേഷം ഇവിടെ താഴെ കാണുന്ന ഈ ഒരു മാസ്കിൻ്റെ ഐക്കണിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഇമേജ് മുഴുവനായിട്ടും ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്ത് മാസ്കായിട്ട് ലഭിക്കുന്നതാണ്. ശേഷം ഈ ഇമേജിനെ നമ്മുടെ പോസ്റ്ററിലേക്ക് കൊണ്ടുപോകേണ്ടതുണ്ട്. അതിന് വേണ്ടിയിട്ട് മോഡ് ടൂൾ സെലക്ട് ചെയ്യുന്നു. ശേഷം നമ്മുടെ ഈ ഒരു ഇമേജിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഇതേപോലെ ഇങ്ങനെ വലിച്ചു കൊടുത്തുകൊണ്ട് നമ്മുടെ ആ ഒരു പോസ്റ്ററിൻ്റെ ഫയലിന് മുകളിലോട്ട് ഇങ്ങനെ കൊണ്ടുവന്ന് വെക്കുന്നു. അങ്ങനെ വെക്കുന്ന സമയത്ത് ആ ഒരു ഫയൽ ഓപ്പൺ ആവുന്നതായിരിക്കും. ശേഷം ഇതേപോലെ അതിനുള്ളിലേക്ക് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ നമ്മുടെ ഫയൽ ഈ ഒരു ഭാഗത്തേക്ക് വരുന്നതായിരിക്കും. ശേഷം മൗസിൽ നിന്നും വിരലെടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു ഫോട്ടോ നമ്മുടെ പേജിലേക്ക് വരുന്നതായിരിക്കും. ഇപ്പോൾ ആ ഫോട്ടോ നമ്മുടെ പേജിൽ വന്നിട്ടുണ്ട്. ആ ഫോട്ടോ ഒരുപാട് വലിയതായതുകൊണ്ടാണ് ഇതേപോലെ നമുക്ക് മുഴുവനായിട്ടും കാണാൻ സാധിക്കാത്തത്. അങ്ങനെ മുഴുവനായിട്ടും കാണുന്നതിന് വേണ്ടിയിട്ട് Ctrl+T എന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫോട്ടോയ്ക്ക് ചുറ്റും ഒരുപാട് പോയിൻറ്റ്സ് ലഭിക്കുന്നതാണ്. ആ പോയിന്റിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ചെറുതാക്കാൻ സാധിക്കുന്നതാണ്. ഇപ്പോൾ പോയിന്റ് കിട്ടിയിട്ടുണ്ട്, പക്ഷേ അത് കാണാത്തത് നമ്മുടെ ഫോട്ടോ ഒരുപാട് വലുതായതുകൊണ്ടാണ്. ഇങ്ങനെ വർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഫയൽ സൂം ഔട്ട് ചെയ്തുകൊണ്ട് അത് മുഴുവനായിട്ടും കാണുന്നതിന് വേണ്ടിയിട്ട് കീബോർഡിൽ ഓൾട്ട് അതല്ലെങ്കിൽ ചില കമ്പ്യൂട്ടറിൽ കൺട്രോൾ പ്രസ് ചെയ്തുകൊണ്ട് ഇതേപോലെ ഇങ്ങനെ മൗസിൻ്റെ സ്ക്രോൾ പിന്നോട്ട് കറക്കി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് സൂം ഔട്ടായിട്ട് ലഭിക്കുന്നതാണ്. ഞാനിപ്പോൾ സൂം ഔട്ട് ചെയ്ത സമയത്ത് നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും ആ ഒരു ഇമേജിൻ്റെ പോയിന്റ് ചുറ്റും കിട്ടിയിട്ടുണ്ട്. ശേഷം ആ ഒരു ബോക്സിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഇതേപോലെ ഇങ്ങനെ വലിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ചെറുതാക്കാൻ സാധിക്കുന്നതാണ്. ഏകദേശം ഈ ഒരു രൂപത്തിൽ ആക്കിയിട്ടുണ്ട്. ഇങ്ങനെ ചെറുതാക്കിയിട്ടുള്ള നമ്മുടെ ഫയൽ വീണ്ടും സൂം ഇൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കീബോർഡിൽ ഓൾട്ട് പ്രസ് ചെയ്തുകൊണ്ട് നമ്മുടെ മൗസിൻ്റെ സ്ക്രോൾ ഇതേപോലെ മുന്നോട്ട് കറക്കി കൊടുത്തു കഴിഞ്ഞാൽ അത് നമുക്ക് കറക്റ്റ് തന്നെ ആയിട്ട് കിട്ടുന്നതായിരിക്കും. ഞാൻ ഏകദേശം ഈ ഒരു രൂപത്തിൽ അത് എത്തിക്കുന്നു. ഇതേപോലെ തന്നെ നമ്മളിങ്ങനെ സൂം ചെയ്ത് വർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഇമേജിൻ്റെ എല്ലാ ഭാഗവും നമുക്ക് കാണുന്നില്ല എന്നുണ്ടെങ്കിൽ കാണാത്ത ഭാഗങ്ങൾ കാണുന്നതിന് വേണ്ടിയിട്ട് കീബോർഡിൽ സ്പേസ് പ്രസ് ചെയ്തുകൊണ്ട് ഇതേപോലെ ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് വലിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ആ ഭാഗം നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. വീഡിയോയുടെ പല ഭാഗത്തും ഈ ഒരു കാര്യം ഞാൻ ചെയ്യുന്നതായിരിക്കും. എപ്പോഴും ഇതേപോലെ സൂചിപ്പിച്ച് കൊള്ളണമെന്നില്ല. ഇപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഞാൻ സൂം ഔട്ട് തന്നെ ചെയ്യുന്നു. ഏകദേശം ഈ ഒരു രീതിയിൽ അത് ഫിക്സ് ചെയ്യാൻ പോവാണ്. ശേഷം ഒന്നുകൂടെ ഈ ഒരു ഫോട്ടോ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ പോവാണ്. ഏകദേശം ഈ ഒരു ഭാഗത്തായിട്ട് ആ ഒരു ഫോട്ടോ സെറ്റ് ചെയ്യുന്നു. ശേഷം ഈ ഒരു ടിക്ക് മാർക്കിൽ ക്ലിക്ക് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫോട്ടോ അവിടെ ഫിക്സ് ആയിട്ട് നമുക്ക് കിട്ടുന്നതായിരിക്കും. ഇപ്പോൾ നമ്മുടെ ഡിസൈനിൻ്റെ ഇത്രയും ഭാഗം നമ്മൾ കവർ ചെയ്തിരിക്കുകയാണ്. ഇനി ഈ ഒരു ഇമേജിലേക്ക് നോക്കിയാൽ കാണാൻ പറ്റും ഇവിടെ അഡ്മിഷൻ ഓപ്പൺ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ടെക്സ്റ്റ് കാണാവുന്നതാണ്. അത് എങ്ങനെ കൊണ്ടുവരാം എന്ന് നമുക്ക് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഫോട്ടോഷോപ്പിലേക്ക് തന്നെ പോകുന്നു. ശേഷം ഇവിടെ ടൂൾ ബാറിൽ നിന്നും ടൈപ്പ് ടൂൾ സെലക്ട് ചെയ്തുകൊണ്ട് നമ്മുടെ പേജിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ട് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുന്നു. ഇപ്പോൾ ഇതേപോലെ ഒരു ടെക്സ്റ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. നിങ്ങളുടെ ഫോട്ടോഷോപ്പിൽ ഒരു പക്ഷേ ഒരുപാട് വലിയതായിട്ടോ അതല്ലെങ്കിൽ ഒരുപാട് ചെറുതായിട്ടോ ഒക്കെ ആയിരിക്കും കിട്ടുന്നത്. എന്ത് തന്നെയായാലും ടെക്സ്റ്റ് ഏകദേശം ഈ ഒരു സൈസിലേക്ക് മാറ്റുന്നതിന് വേണ്ടിയിട്ട് മുകളിൽ കാണുന്ന ഈ ഒരു ഭാഗത്ത് ടെക്സ്റ്റിൻ്റെ സൈസ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തെടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഏകദേശം ഒരു 20 എന്ന് കൊടുക്കുന്നു. ശേഷം ഇതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് മുഴുവൻ സെലക്ട് ചെയ്തുകൊണ്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ ഒന്ന് ടൈപ്പ് ചെയ്യാൻ പോവുകയാണ്. അഡ്മിഷൻ ഓപ്പൺ എന്നാണ് ടൈപ്പ് ചെയ്യാൻ പോകുന്നത്. ശേഷം ഓപ്പൺ എന്നത് രണ്ടാമത്തെ ലൈനിലാണ് വരുന്നത്. അതിന് വേണ്ടിയിട്ട് കീബോർഡിൽ എൻ്റർ പ്രസ് ചെയ്ത് കൊടുക്കുന്നു. ശേഷം ഓപ്പൺ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു. ഒരു പക്ഷേ എൻ്റർ പ്രസ് ചെയ്തുകൊണ്ട് ടൈപ്പ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ഫോട്ടോഷോപ്പിൽ ഒരുപാട് താഴോട്ട് പോയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതിനിടയിലുള്ള ഗ്യാപ്പ് അഡ്ജസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കീബോർഡിൽ Ctrl+A എന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ടെക്സ്റ്റ് മുഴുവനായിട്ടും സെലക്ട് ആവുന്നതാണ്. ശേഷം കീബോർഡിൽ Ctrl+T എന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെ ഒരു ബോക്സ് ലഭിക്കുന്നതാണ്. ഈ ബോക്സിൽ ഈ ഭാഗത്തായിട്ട് കാണുന്ന ഈ ഒരു നമ്പർ ചേഞ്ച് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിനുള്ള സ്പേസ് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ ഏകദേശം ഒരു 25 എന്ന് കൊടുക്കുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും അത് കുറച്ച് കുറഞ്ഞു വന്നിട്ടുണ്ട്. ഇത് ഈ ഒരു രൂപത്തിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഏകദേശം നല്ല രീതിയിൽ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ശേഷം ഈ ഒരു ടെക്സ്റ്റിൻ്റെ സ്റ്റൈല് അതായത് ഫോണ്ട് നമുക്ക് മാറ്റണം എന്നുണ്ടെങ്കിൽ ഈ ഒരു ഭാഗത്ത് ക്ലിക്ക് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ഈ ഒരു ഭാഗത്ത് ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് മാറ്റാവുന്നതാണ്. ഞാനിപ്പോൾ ഈ ഒരു ബോക്സിൽ ക്ലിക്ക് ചെയ്തുകൊണ്ടാണ് മാറ്റാൻ പോകുന്നത്. ഞാനിപ്പോൾ ഇവിടെ ഉപയോഗിക്കാൻ പോകുന്ന ഫോണ്ട് എന്ന് പറയുന്നത് ഗോബോൾഡ് എന്ന് പറയുന്ന ഫോണ്ടാണ്. ഈ ഫോണ്ട് ഒരുപക്ഷെ നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ ഇല്ല എന്നുണ്ടെങ്കിൽ അത് ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യേണ്ടതുണ്ട്. ആ ഒരു ഫോണ്ട് ഡൗൺലോഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുക്കുന്നുണ്ട്. ഒരു പക്ഷേ നിങ്ങൾക്ക് ഫോണ്ട് ഡൗൺലോഡ് ചെയ്യാനും ഇൻസ്റ്റാൾ ചെയ്യാനും അറിയില്ല എന്നുണ്ടെങ്കിൽ അത് എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാം എന്നതിൻ്റെ വീഡിയോ മുമ്പ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്കും വേണമെങ്കിൽ ഞാൻ കൊടുക്കുന്നുണ്ട്. അതല്ല നിങ്ങൾക്ക് നിലവിൽ നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ അവൈലബിൾ ആയിട്ടുള്ള ഫോണ്ടുകൾ വെച്ചുകൊണ്ട് നിങ്ങൾക്ക് ഡിസൈൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ അവൈലബിൾ ആയിട്ടുള്ള ഏരിയൽ പോലെയുള്ള നോർമൽ ഫോണ്ട് ഉപയോഗിച്ചുകൊണ്ടും നിങ്ങൾക്ക് ഈ ഒരു ഡിസൈൻ കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ ഗോബോൾഡ് എന്ന് ഇവിടെ ഒന്ന് ടൈപ്പ് ചെയ്തെടുക്കാൻ പോവാണ്. ഗോബോൾഡ് റെഗുലർ എന്ന് പറയുന്ന ഈ ഒരു ഫോണ്ട് സെലക്ട് ചെയ്ത് കൊടുക്കുന്നു.
ഇപ്പോൾ നമുക്ക് ഈ ഒരു രീതിയിൽ കിട്ടിയിട്ടുണ്ട്. ശേഷം നമുക്ക് ഈ ഒരു ടെക്സ്റ്റിൻ്റെ കളർ ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ മുകളിൽ കാണുന്ന ഈ ഒരു കളർ ബോക്സിൽ ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ കളർ ചേഞ്ച് ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ വൈറ്റ് തന്നെയാണ് സെലക്ട് ചെയ്യുന്നത്. ശേഷം ഓക്കെ എന്ന് പ്രസ് കൊടുക്കുന്നു. ഇപ്പോൾ വൈറ്റ് കളർ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ശേഷം ഈ ഒരു ടിക്ക് മാർക്കിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് ഈ ഒരു ടെക്സ്റ്റ് നമുക്ക് കിട്ടുന്നതാണ്. ശേഷം ഇതിനെ ഈ ഒരു ഭാഗത്തേക്ക് ഒന്ന് മാറ്റി വെക്കാനാണ് ഞാൻ പോകുന്നത്. അങ്ങനെ മാറ്റി വെക്കുന്നതിന് വേണ്ടിയിട്ട് മൂവ് ടൂൾ സെലക്ട് ചെയ്യുന്നു. ശേഷം ഇതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഇതേപോലെ ഒന്ന് മാറ്റി ഈ ഒരു രൂപത്തിലേക്ക് ഒന്ന് ഫിക്സ് ചെയ്യാൻ പോവാണ്. ഏകദേശം ഈ ഒരു ഭാഗത്തായിട്ട് അത് ഫിക്സ് ചെയ്യുന്നു. വീഡിയോയുടെ ഇത്രയും ഭാഗം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് തോന്നുകയാണെങ്കിൽ ഇപ്പോൾ തന്നെ ഒരു ലൈക്ക് ചെയ്യുക. ഒരുപാട് ആളുകൾ വീഡിയോ കാണുന്നുണ്ട്, കുറച്ച് ആളുകൾ മാത്രമാണ് ലൈക്ക് ചെയ്യുന്നത്. നിങ്ങൾ ലൈക്ക് ചെയ്യുന്നതിലൂടെയാണ് നമുക്ക് ഇത്തരത്തിലുള്ള വീഡിയോസൊക്കെ വീണ്ടും ചെയ്യാനുള്ള ഒരു സപ്പോർട്ട് കിട്ടുന്നത്. അതുകൊണ്ട് ലൈക്ക് ചെയ്തുകൊണ്ട് വീഡിയോ സപ്പോർട്ട് ചെയ്യാം. നമുക്ക് വീഡിയോ തുടരാം. ശേഷം ഈ ഒരു ഭാഗത്തായിട്ട് നമ്മുടെ സ്കൂളിൻ്റെ ലോഗോ കൊണ്ടുവരാനാണ് ഉദ്ദേശിക്കുന്നത്. അത് എങ്ങനെ കൊണ്ടുവരാം എന്ന് നമുക്ക് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഫയൽ എന്നതിൽ നിന്നും പ്ലേസ് എംബഡി എന്ന ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുക്കുന്നു. ശേഷം ഒരു ഡമ്മി ലോഗോ ഇവിടെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്, അത് സെലക്ട് ചെയ്ത് കൊടുക്കുന്നു. ശേഷം പ്ലേസ് എന്ന് പ്രസ് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു ലോഗോ നമ്മുടെ ഫോട്ടോഷോപ്പിൽ ഇതേപോലെ ഓപ്പൺ ആവുന്നതാണ്. ശേഷം ഇതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഇതേപോലെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് ഈ ഒരു മൂലയിൽ വെക്കാവുന്നതാണ്. ശേഷം ഈ ഒരു ടിക്ക് മാർക്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് അത് അവിടെ തന്നെ ഫിക്സ് ചെയ്യുന്നു. ഇത് ബാക്ക്ഗ്രൗണ്ടൊക്കെ റിമൂവ് ചെയ്ത് PNG ആയിട്ട് സേവ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു ലോഗോ ആണ്. അതുകൊണ്ടാണ് ബാക്ക്ഗ്രൗണ്ടൊന്നും ഇല്ലാതെ നമ്മുടെ ഫോട്ടോയിൽ വന്നിട്ടുള്ളത്. നിങ്ങളുടെ ലോഗോക്ക് ബാക്ക്ഗ്രൗണ്ടൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ ബാക്ക്ഗ്രൗണ്ടൊക്കെ റിമൂവ് ചെയ്ത് PNG ആയിട്ട് സേവ് ചെയ്ത് വെക്കുക. അങ്ങനെ ലോഗോ നമ്മുടെ ഫോട്ടോഷോപ്പിലേക്ക് കൊണ്ടുവന്നതിന് ശേഷം ഇതിൻ്റെ കളർ ചേഞ്ച് ചെയ്യണം എന്ന് തോന്നുകയാണെങ്കിൽ സാധാരണയായിട്ട് ലോഗോയുടെ കളർ നമ്മൾ ചേഞ്ച് ചെയ്യാൻ പാടില്ല. പക്ഷേ ഇത്തരം ഡാർക്ക് ബാക്ക്ഗ്രൗണ്ടുകളിലേക്ക് ലോഗോ കറക്റ്റായിട്ട് വിസിബിൾ ആകുന്നതിന് വേണ്ടിയിട്ട് വൈറ്റ് ആയിട്ട് നമുക്ക് കൊണ്ടുവരാവുന്നതാണ്. അപ്പോൾ എങ്ങനെ ഈ ഒരു ലോഗോയെ വൈറ്റ് ആയിട്ട് കൊണ്ടുവരാം എന്ന് നമുക്ക് നോക്കാം. ലോഗോയെ വൈറ്റ് ആയിട്ട് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ലോഗോ ലെയറിൻ്റെ ഈ ഒഴിഞ്ഞ ഭാഗത്തായിട്ട് ഡബിൾ ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ കുറച്ച് ലെയർ സ്റ്റൈൽ ഓപ്ഷൻ നമുക്ക് ലഭിക്കുന്നതാണ്. ഇതിൽ നിന്നും കളർ ഓവർലേ എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുക്കുന്നു. ശേഷം ഈ ഒരു ഭാഗത്ത് ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ഏത് കളർ വേണമെങ്കിലും സെലക്ട് ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ വൈറ്റ് സെലക്ട് ചെയ്യുന്നു. ശേഷം ഓക്കെ എന്ന് പ്രസ് ചെയ്യുന്നു. ശേഷം ഇവിടെയും ഓക്കെ എന്ന് പ്രസ് ചെയ്യുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും കറക്റ്റായിട്ട് ലോഗോ കിട്ടിയിട്ടുണ്ട്. ശേഷം വീണ്ടും നമ്മുടെ ആ ഒരു പഴയ ഡിസൈനിലേക്ക് നോക്കിയാൽ കാണാൻ പറ്റും. ഇവിടെ ഓസ്കാർ ആർട്ട് സ്കൂൾ എന്ന് പറയുന്ന സ്കൂളിൻ്റെ പേരും ഡീറ്റെയിൽസൊക്കെ കാണുന്നുണ്ട്. അത് എങ്ങനെ കൊണ്ടുവരാം എന്ന് നമുക്ക് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഫോട്ടോഷോപ്പിലേക്ക് തന്നെ പോകുന്നു. ശേഷം ഓസ്കാർ എന്ന് പറയുന്ന ആ ഒരു ടെക്സ്റ്റ് ഇവിടെ ടൈപ്പ് ചെയ്യേണ്ടതുണ്ട്. ഒന്നുകിൽ നമുക്ക് ടൈപ്പ് ടൂൾ സെലക്ട് ചെയ്തുകൊണ്ട് ഇവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് ടൈപ്പ് ചെയ്യാവുന്നതാണ്. അതല്ലെങ്കിൽ ഈ ടെക്സ്റ്റിൻ്റെ കോപ്പി എടുത്തുകൊണ്ട് നമുക്ക് റീപ്ലേസ് ചെയ്യാനും സാധിക്കുന്നതാണ്. ഞാനിപ്പോൾ ഈ ടെക്സ്റ്റിൻ്റെ കോപ്പി എടുത്തുകൊണ്ട് റീപ്ലേസ് ചെയ്യാനാണ് പോകുന്നത്. അതിന് വേണ്ടിയിട്ട് മൂവ് ടൂൾ സെലക്ട് ചെയ്യുന്നു. ശേഷം നമ്മുടെ ഈ ഒരു ടെക്സ്റ്റിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ ടെക്സ്റ്റിൻ്റെ ലെയർ ഇവിടെ സെലക്ട് ആവുന്നതായിരിക്കും. ശേഷം കീബോർഡിൽ ഓൾട്ട് പ്രസ് ചെയ്തുകൊണ്ട് ഇതേപോലെ ഒന്ന് വലിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ കോപ്പി നമുക്ക് ലഭിക്കുന്നതാണ്. ഏകദേശം ഈ ഒരു ഭാഗത്തായിട്ട് ഞാനിവിടെ ഫിക്സ് ചെയ്യുന്നു. ശേഷം ടൈപ്പ് ടൂൾ സെലക്ട് ചെയ്തുകൊണ്ട് ഇത് മുഴുവനായിട്ട് ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുന്നു. ശേഷം ഇവിടെ ഓസ്കാർ എന്ന് പറയുന്ന ആ ഒരു ടെക്സ്റ്റ് ടൈപ്പ് ചെയ്യാനാണ് പോകുന്നത്. ഞാൻ ഓൾറെഡി ആ ടെക്സ്റ്റ് ഇവിടെ ടൈപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതൊന്ന് പേസ്റ്റ് ചെയ്യാൻ പോവാണ്. ഓസ്കാർ എന്ന ടെക്സ്റ്റ് സെലക്ട് ചെയ്യുന്നു. ശേഷം കീബോർഡിൽ Ctrl+C എന്ന് പ്രസ് കൊടുത്തു കഴിഞ്ഞാൽ അത് കോപ്പി ആവുന്നതാണ്. ശേഷം വീണ്ടും ഫോട്ടോഷോപ്പിലേക്ക് വന്നുകൊണ്ട് Ctrl+V എന്ന് പ്രസ് കൊടുത്തു കഴിഞ്ഞാൽ അത് ഇവിടെ പേസ്റ്റ് ആയിട്ട് നമുക്ക് ലഭിക്കുന്നതാണ്. ശേഷം ഈ ഒരു ഫോണ്ടിൻ്റെ സ്റ്റൈൽ ഞാനൊന്ന് മാറ്റാൻ പോവുകയാണ്. അതിന് വേണ്ടിയിട്ട് മുഴുവനായിട്ട് ഒന്ന് ക്ലിക്ക് ചെയ്തുകൊണ്ട് സെലക്ട് ചെയ്യുന്നു. ശേഷം ഈ ഒരു ബോക്സിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് അല്ലറി എന്ന ഫോണ്ട് സ്റ്റൈലാണ് ഞാൻ സെലക്ട് ചെയ്യാൻ പോകുന്നത്. അല്ലറി എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു. ഈ ഒരു ഫോണ്ടിൻ്റെ ലിങ്കും നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അല്ലർ ഡിസ്പ്ലേ റെഗുലർ എന്ന് പറയുന്ന ഈ ഒരു ഫോണ്ട് സെലക്ട് ചെയ്യുന്നു. ഇപ്പോൾ ഈ ഒരു രീതിയിൽ കിട്ടിയിട്ടുണ്ട്. ശേഷം ഇതിൻ്റെ കളർ ചേഞ്ച് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഈ ഒരു കളർ ബോക്സിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുന്നു. ഒരു യെല്ലോ കളറാണ് ഞാനിവിടെ പ്രസ് ചെയ്യാൻ പോകുന്നത്. ഓൾറെഡി ഞാൻ അതിൻ്റെ കോഡ് ഇവിടെ പേസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. Ctrl+C എന്ന് പ്രസ് ചെയ്തുകൊണ്ട് ഈ ഒരു ഭാഗത്ത് Ctrl+V എന്ന് പ്രസ് ചെയ്തുകൊണ്ട് പേസ്റ്റ് ചെയ്യുന്നു. ശേഷം ഓക്കെ എന്ന് പ്രസ് കൊടുത്തു കഴിഞ്ഞാൽ ആ കളർ നമുക്കിവിടെ കിട്ടുന്നതായിരിക്കും. അതേപോലെ തന്നെ നേരത്തെ ഞാൻ പറയാൻ വിട്ടുപോയിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് അതിൻ്റെ അലൈൻമെൻറ്റ് ഈ ഒരു ഇടത് ഭാഗത്ത് നിന്ന് തന്നെ വരുന്നതിന് വേണ്ടിയിട്ട് ആദ്യം കാണുന്ന ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടതാണ്. ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഇപ്പോൾ ഈ ഒരു ടെക്സ്റ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ശേഷം ഈ ഒരു ടിക്ക് മാർക്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് അത് അവിടെ തന്നെ ഫിക്സ് ചെയ്യാൻ പോവാണ്. ശേഷം ഒന്നുകൂടെ ഇതിൻ്റെ സൈസ് അഡ്ജസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ Ctrl+T എന്ന് പ്രസ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അത് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചുറ്റും ഇതേപോലെ ഓപ്ഷൻസ് ലഭിക്കുന്നതാണ്. ശേഷം ഇതേപോലെ ഒന്ന് ക്ലിക്ക് ചെയ്തുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പോവാണ്. ഏകദേശം ഈ ഒരു ഭാഗത്തായിട്ട് അത് ഫിക്സ് ചെയ്യുന്നു. ശേഷം ഈ ഒരു ടിക്ക് മാർക്കിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുന്നു. ഇപ്പോൾ നമ്മുടെ ഡിസൈനിൻ്റെ ഇത്രയും ഭാഗം കൊണ്ടുവന്നിരിക്കുകയാണ്. ശേഷം ഇതിന് താഴെയായിട്ട് ഒരു ലൈനും അതിന് താഴെയായിട്ട്
ഒരു ടെക്സ്റ്റും കൊണ്ടുവരുന്നുണ്ട്. അത് എങ്ങനെ കൊണ്ടുവരാൻ നോക്കാം. ആദ്യമായിട്ട് ആ ഒരു ലൈന് നമുക്ക് കൊണ്ടുവരാവുന്നതാണ്. ഇത്തരത്തിൽ ലൈനുകളൊക്കെ കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് ഫോട്ടോഷോപ്പിൽ പല മെത്തേഡുകളും നമുക്ക് അവൈലബിൾ ആണ്. ഞാനിപ്പോൾ ഷേപ്പ് ടൂൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു മെത്തേഡാണ് കാണിക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ടൂൾ ബാറിൽ നിന്നും ഈ ഒരു ഷേപ്പ് ടൂളിന് മുകളിൽ മൗസ് വെച്ചുകൊണ്ട് മൗസിൻ്റെ റൈറ്റ് ബട്ടൺ പ്രസ് ചെയ്തുകൊണ്ട് താഴെ കാണുന്ന ലൈൻ ടൂൾ എന്ന് പറയുന്ന ഈ ഒരു ടൂള് സെലക്ട് ചെയ്യുന്നു. ശേഷം മുകളിൽ ഫില്ല് എന്ന ഈ ഒരു കളർ ബോക്സിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുന്നു. ശേഷം ഈ ഒരു കളർ ബോക്സിലും ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഏതെങ്കിലും കളർ ഇവിടെ സെലക്ട് ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ ഒരു വൈറ്റ് കളർ സെലക്ട് ചെയ്യുന്നു, കാരണം വൈറ്റ് ലൈനാണ് നമുക്ക് ആവശ്യമായിട്ട് വരുന്നത്. ശേഷം ഇവിടെ ഓക്കെ എന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നു. ശേഷം സ്ട്രോക്ക് എന്നെടുത്ത് ഈ ഒരു ഭാഗത്ത് ക്ലിക്ക് ചെയ്തുകൊണ്ട് ആദ്യത്തെ ഓപ്ഷൻ ആയിട്ടുള്ള നണ്ണ് എന്ന ഈ ഒരു ക്രോസ് ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുക്കുന്നു. നമ്മുടെ ലൈനിന് ബോർഡറൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ശേഷം ഈ ഒരു ഭാഗത്ത് ഇതേപോലെ ലൈന് ആണ് സെലക്ട് ആയി കിടക്കുന്നത് എന്ന് ഉറപ്പ് വരുത്താം. ശേഷം വെയിറ്റ് എന്നെടുത്ത് നമ്മുടെ ലൈന് എത്ര ഉയരമാണ് വേണ്ടത് എന്ന് ഞാനിപ്പോൾ ഒരു 3 എന്നാണ് ഇവിടെ കൊടുക്കാൻ പോകുന്നത്. ശേഷം ഈ ഒരു ഭാഗത്ത് ക്ലിക്ക് ചെയ്തുകൊണ്ട് ഇങ്ങനെ വലിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ലൈന് ലഭിക്കുന്നതാണ്. ഇങ്ങനെ വലിക്കുന്ന സമയത്ത് കീബോർഡിൽ ഷിഫ്റ്റ് കൂടെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ കറക്റ്റ് നേരെയായിട്ടായിരിക്കും നമ്മുടെ ലൈൻ ലഭിക്കുന്നത്. ഏകദേശം ഈ ഒരു രൂപത്തിൽ എത്തിയ ശേഷം ഞാൻ നമ്മുടെ മൗസിൽ നിന്നും ഒന്ന് വിരലെടുത്ത് കൊടുക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും ആ ഒരു ലൈന് അവിടെ കിട്ടിയിട്ടുണ്ട്. അത് കറക്റ്റായിട്ട് കാണുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ മൂവ് ടൂൾ ഒന്ന് സെലക്ട് ചെയ്യാൻ പോവുകയാണ്. ഇപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും കറക്റ്റായിട്ട് ആ ഒരു ലൈന് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്. ആ ഒരു ലൈനിനെ ഒന്നുകൂടെ മുകളിലോട്ട് കൊണ്ടുപോകണം എന്ന് തോന്നുകയാണെങ്കിൽ കീബോർഡിൽ കാണുന്ന ഈ ആരോ മാർക്കിൽ പ്രസ് ചെയ്തുകൊണ്ട് നമുക്ക് അത് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ ഇതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് കുറച്ച് മുകളിലോട്ട് കൊണ്ടുപോകുന്നു. ഏകദേശം ഈ ഒരു ഭാഗത്തായിട്ട് അത് സെറ്റ് ചെയ്യുന്നു. ശേഷം ഇതിന് താഴെയായിട്ട് ആർട്ട് സ്കൂൾ എന്ന് പറയുന്ന ടെക്സ്റ്റ് കൊണ്ടുവരാനാണ് പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഈ ഒരു ടെക്സ്റ്റിൻ്റെ കോപ്പി എടുത്തുകൊണ്ട് റീപ്ലേസ് ചെയ്യാനാണ് പോകുന്നത്. ഞാൻ ഈ ഒരു ടെക്സ്റ്റിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് കീബോർഡിൽ ഓൾട്ട് പ്രസ് ചെയ്തുകൊണ്ട് ഇതേപോലെ ഒന്ന് വലിച്ചു കൊടുക്കുന്നു. ഇപ്പോൾ നമുക്കതിൻ്റെ കോപ്പി കിട്ടിയിട്ടുണ്ട്. ശേഷം ആ ഒരു ടെക്സ്റ്റ് കോപ്പി ചെയ്തുകൊണ്ട് ഫോട്ടോഷോപ്പിലേക്ക് തന്നെ വരുന്നു. ശേഷം വീണ്ടും ടൈപ്പ് ടൂൾ സെലക്ട് ചെയ്തുകൊണ്ട് നമ്മുടെ ടെക്സ്റ്റ് മുഴുവനായിട്ടൊന്ന് സെലക്ട് ചെയ്യുന്നു. Ctrl V എന്ന് പ്രസ് ചെയ്തുകൊണ്ട് അത് പേസ്റ്റ് ചെയ്യുന്നു. ശേഷം Ctrl A എന്ന് പ്രസ് ചെയ്തുകൊണ്ട് നമ്മുടെ ടെക്സ്റ്റ് മുഴുവനായിട്ടും ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുന്നു. ശേഷം ഇതിൻ്റെ ഫോണ്ട് ബോൾഡിൽ നിന്നും കുറച്ച് കുറയ്ക്കേണ്ടതുണ്ട്. അതിന് വേണ്ടിയിട്ട് ഇവിടെ അല്ലർ എന്ന് ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു. ശേഷം അല്ലർ റെഗുലർ എന്ന് പറയുന്ന ഈ ഒരു ഫോണ്ട് സെലക്ട് ചെയ്ത് കൊടുക്കുന്നു. ശേഷം ഇതിൻ്റെ കളർ യെല്ലോയിൽ നിന്നും വൈറ്റിലേക്ക് ചേഞ്ച് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഈ ഒരു കളർ ബോക്സിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഞാനൊന്ന് വൈറ്റിലേക്ക് ആക്കി കൊടുക്കുന്നു. ശേഷം ഓക്കെ എന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നു. ഇപ്പോൾ നമ്മുടെ ടെക്സ്റ്റ് ഈ ഒരു രൂപത്തിൽ കിട്ടിയിട്ടുണ്ട്. ശേഷം ഈ ഒരു ടിക്ക് മാർക്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് അത് അവിടെ തന്നെ ഫിക്സ് ചെയ്യാൻ പോവാണ്. ഇനി ഇതിനെ ഒന്ന് ചെറുതാക്കേണ്ടതുണ്ട്. അതിന് വേണ്ടിയിട്ട് Ctrl T എന്ന് പ്രസ് ചെയ്തുകൊണ്ട് ഇതൊന്ന് കറക്റ്റായിട്ട് ചെറുതാക്കാൻ പോവാണ്. ഏകദേശം ഈ ഒരു രൂപത്തിൽ അത് ഫിക്സ് ചെയ്യുന്നു. ശേഷം വീണ്ടും ഈ ഒരു ടിക്ക് മാർക്കിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുന്നു. ഇനി ഓസ്കാർ എന്ന ഈ ഒരു ടെക്സ്റ്റിനോട് ഒപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഇതിനിടയിൽ കുറച്ചുകൂടി സ്പേസ് ഞാൻ കൂട്ടി കൊടുക്കാൻ പോവാണ്. അങ്ങനെ സ്പേസ് കൂട്ടി കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ഈ ഒരു ടെക്സ്റ്റ് മുഴുവനായിട്ടൊന്ന് സെലക്ട് ചെയ്യുന്നു. ശേഷം കീബോർഡിൽ ഓൾട്ട് പ്രസ് ചെയ്തുകൊണ്ട് നമ്മുടെ കീബോർഡിലുള്ള വലതുഭാഗത്തേക്കുള്ള ആരോ മാർക്ക് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അതിനിടയിലുള്ള സ്പേസ് കൂടി വരുന്നതാണ്. ഇടതുഭാഗത്തേക്കുള്ള ആരോ മാർക്ക് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അതിനിടയിലുള്ള സ്പേസ് കുറഞ്ഞു വരുന്നതായിരിക്കും. ഞാനിപ്പോൾ വലതുഭാഗത്തേക്ക് പ്രസ് ചെയ്തുകൊണ്ട് അതിനിടയിലുള്ള സ്പേസ് കൂട്ടി കൊടുക്കുന്നു. ഏകദേശം ഈ ഒരു രൂപത്തിൽ കിട്ടിയിട്ടുണ്ട്. ശേഷം ഈ ഒരു ടിക്ക് മാർക്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് അത് അവിടെ തന്നെ ഫിക്സ് ചെയ്യാൻ പോവാണ്. ഇപ്പോൾ ഏകദേശം നല്ല രീതിയിൽ തന്നെ നമുക്കത് കിട്ടിയിട്ടുണ്ട്. ശേഷം മൂവ് ടൂൾ സെലക്ട് ചെയ്തുകൊണ്ട് ഒന്നുകൂടെ ഞാനതിൻ്റെ പൊസിഷൻ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ പോവാണ്. ഏകദേശം ഈ ഒരു രൂപത്തിൽ അത് ഫിക്സ് ചെയ്യാൻ പോവാണ്. ഇനി നമ്മുടെ ഈ ഒരു ഡിസൈനിലേക്ക് നോക്കിയാൽ കാണാൻ പറ്റും ഇവിടെ കുറച്ച് പോയിന്റുകൾ കാണാൻ സാധിക്കുന്നതാണ്. അത് എങ്ങനെ കൊണ്ടുവരാം എന്ന് നമുക്ക് നോക്കാം. ആദ്യമായിട്ട് ഈ ഒരു ടെക്സ്റ്റിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് കീബോർഡിൽ ഓൾട്ട് പ്രസ് ചെയ്തുകൊണ്ട് ഇതിൻ്റെ ഒരു കോപ്പി ഞാൻ എടുക്കാൻ പോവാണ്. ഏകദേശം ഈ ഒരു ഭാഗത്തായിട്ട് അത് ഫിക്സ് ചെയ്യുന്നു. ശേഷം ടൈപ്പ് ടൂൾ സെലക്ട് ചെയ്തുകൊണ്ട് ഇത് മുഴുവനായിട്ടും ഒന്ന് സെലക്ട് ചെയ്യാൻ പോവാണ്. നേരത്തെ നമ്മൾ ഇതിനിടയിലുള്ള സ്പേസ് കുറച്ച് കൂട്ടിയിട്ടുണ്ട്. അത് നോർമൽ ആക്കുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു ബോക്സ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. ആ ഒരു ബോക്സ് ഓൾറെഡി നിങ്ങൾക്ക് ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിൽ ചേഞ്ച് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അതില്ല എന്നുണ്ടെങ്കിൽ കീബോർഡിൽ Ctrl T എന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ബോക്സ് ഇതേപോലെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ശേഷം അതിനിടയിലുള്ള സ്പേസ് നോർമൽ ആക്കുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ കാണുന്ന ഈ ഒരു ബോക്സിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്കത് ചേഞ്ച് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഒരു 120 എന്ന് കൊടുക്കുന്നു. ഇപ്പോൾ കുറച്ചും കൂടെ ഒന്ന് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഞാൻ 100 എന്ന് തന്നെ കൊടുക്കുന്നു. അതല്ലെങ്കിൽ നേരത്തെ ചെയ്ത പോലെ തന്നെ ടെക്സ്റ്റ് മുഴുവനായിട്ടും സെലക്ട് ചെയ്തുകൊണ്ട് കീബോർഡിൽ ഓൾട്ട് പ്രസ് ചെയ്തുകൊണ്ട് കീബോർഡിലുള്ള ആരോ ഇടതുഭാഗത്തേക്ക് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാലും നമുക്കത് ലഭിക്കുന്നതാണ്. ഞാനിപ്പോൾ ടെക്സ്റ്റ് ഏകദേശം ഈ ഒരു രീതിയിൽ ഫിക്സ് ചെയ്യുന്നു. ശേഷം നമ്മുടെ ആ പോയിന്റുകൾ ഈ ഒരു ഭാഗത്ത് പേസ്റ്റ് ചെയ്യാനാണ് പോകുന്നത്. ഞാനിവിടെ ആ ഒരു നോട്ടിലേക്ക് തന്നെ പോകുന്നു. ശേഷം നമ്മുടെ പോയിന്റുകൾ മുഴുവനായിട്ടും ഒന്ന് സെലക്ട് ചെയ്തുകൊണ്ട് Ctrl C എന്ന് പ്രസ് ചെയ്തുകൊണ്ട് കോപ്പി ചെയ്യുന്നു. ശേഷം വീണ്ടും ഫോട്ടോഷോപ്പിലേക്ക് വന്നുകൊണ്ട് Ctrl V എന്ന് പ്രസ് ചെയ്തുകൊണ്ട്
ഇത് പേസ്റ്റ് ചെയ്യാൻ പോവുകയാണ്. ഇപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും നമ്മുടെ പോയിൻറ്റുകൾ മുഴുവനായിട്ടും ഇവിടെ പേസ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ശേഷം ഇതിൻ്റെ സൈസും ഇടയിലുള്ള ഗ്യാപ്പും ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യേണ്ടതുണ്ട്. അതിന് വേണ്ടിയിട്ട് ടെക്സ്റ്റ് മുഴുവനായിട്ടും ഒന്ന് സെലക്ട് ചെയ്യുന്നു. ശേഷം അതിൻ്റെ സൈസ് എന്ന് പറയുന്നത് ഈ ഒരു ഭാഗത്ത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ 6 എന്ന് കൊടുക്കുന്നു. ഇത് കുറച്ച് ചെറുതായിട്ടാണ് തോന്നുന്നത്, അതുകൊണ്ട് തന്നെ കുറച്ച് കൂട്ടി കൊടുക്കാൻ പോവാണ്. 8 എന്ന് കൊടുക്കുന്നു. ഈ ഒരു രൂപത്തിൽ കിട്ടിയിട്ടുണ്ട്. ഇതിനിടയിലുള്ള സ്പേസ് നമുക്ക് ഈ ഒരു ഭാഗത്ത് ക്ലിക്ക് ചെയ്തുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. നമുക്ക് ഇതിൻ്റെ സൈസ് ഈ ഒരു ഭാഗത്ത് ക്ലിക്ക് ചെയ്തുകൊണ്ട് ചേഞ്ച് ചെയ്യാവുന്നതാണ്. അതല്ലെങ്കിൽ മറ്റൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ ടെക്സ്റ്റ് ഓൾറെഡി ഇപ്പോൾ മുഴുവനായിട്ടും സെലക്റ്റായി കിടക്കുന്നുണ്ട്. ശേഷം കീബോർഡിൽ കൺട്രോളും ഷിഫ്റ്റും ഒരുമിച്ച് പ്രസ് ചെയ്തുകൊണ്ട് നമ്മുടെ കീബോർഡിലുള്ള ഈ ഒരു ബട്ടൺ പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ടെക്സ്റ്റ് നമുക്ക് ഇതേപോലെ ചെറുതാക്കാവുന്നതാണ്. ഈ ഒരു ബട്ടൺ പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ടെക്സ്റ്റ് ഇതേപോലെ വലുതാക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഈ ഒരു ബട്ടൺ പ്രസ് ചെയ്തുകൊണ്ട് ടെക്സ്റ്റ് ഈ ഒരു രൂപത്തിൽ ചെറുതാക്കാൻ പോവുകയാണ്. ശേഷം കീബോർഡിൽ ഓൾട്ട് പ്രസ് ചെയ്തുകൊണ്ട് ആരോ മാർക്ക് മുകളിലോട്ട് പ്രസ് ചെയ്തുകൊണ്ട് ഇതിനിടയിലുള്ള സ്പേസ് ഒന്ന് കുറച്ച് കൊടുക്കാൻ പോവുകയാണ്. ശേഷം ഈ ഒരു ടിക്ക് മാർക്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് അത് അവിടെ തന്നെ ഫിക്സ് ചെയ്യാൻ പോവുകയാണ്. ഇപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും ഈ ഒരു രൂപത്തിൽ നമ്മുടെ ടെക്സ്റ്റ് കിട്ടിയിട്ടുണ്ട്. ഇനി മൂവ് ടൂൾ സെലക്ട് ചെയ്തുകൊണ്ട് ഞാനിതൊന്ന് കറക്റ്റായിട്ട് മാറ്റി വെക്കാൻ പോവുകയാണ്. ഏകദേശം ഈ ഒരു ഭാഗത്തായിട്ട് അത് ഫിക്സ് ചെയ്യുന്നു. ഇനി നമ്മുടെ ഈ ഡിസൈനിലേക്ക് നോക്കിയാൽ കാണാൻ പറ്റും കുറച്ച് പോയിൻറ്റുകൾ ഇവിടെ കാണുന്നതാണ്. ആ പോയിൻറ്റുകൾ എങ്ങനെ കൊണ്ടുവരാം എന്ന് നമുക്ക് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഫോട്ടോഷോപ്പിലേക്ക് പോയിക്കൊണ്ട് ഇവിടെ ടൂൾ ബാറിൽ നിന്നും ഷേപ്പ് ടൂളിന് മുകളിൽ മൗസ് വെച്ചുകൊണ്ട് മൗസിൻ്റെ റൈറ്റ് ബട്ടൺ പ്രസ് ചെയ്തുകൊണ്ട് അതിൽ നിന്നും ട്രയാങ്കിൾ ടൂൾ എന്ന് പറയുന്ന ത്രികോണത്തിൻ്റെ ആ ഒരു ടൂൾ സെലക്ട് ചെയ്യുന്നു. ശേഷം ഫില്ല് എന്നെടുത്ത് അതിൻ്റെ കളർ നമുക്ക് ചേഞ്ച് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഓൾറെഡി ഈ ഒരു ഭാഗത്ത് യെല്ലോ കളർ സെലക്ട് ആയി കിടക്കുന്നുണ്ടാവും. അതല്ലെങ്കിൽ ഈ ഒരു ഭാഗത്ത് ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് യെല്ലോ കളറിൻ്റെ കോഡ് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അത് ലഭിക്കുന്നതാണ്. ഞാനിപ്പോൾ ഈ ഒരു യെല്ലോ കളർ സെലക്ട് ചെയ്ത് കൊടുക്കുന്നു. ശേഷം ഇവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് വരച്ചു കൊടുക്കാനാണ് പോകുന്നത്. ഇതേപോലെ ചെറിയ എലമെൻറ്റുകളൊക്കെ വെച്ച് നമ്മൾ വർക്ക് ചെയ്യുന്ന സമയത്ത് സൂം ചെയ്ത് വർക്ക് ചെയ്താൽ ഒന്നും കൂടെ കറക്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് കീബോർഡിൽ ഓൾട്ട് പ്രസ് ചെയ്തുകൊണ്ട് ഞാനിതൊന്ന് സൂം ചെയ്യാൻ പോവാണ്. ശേഷം ഇവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഇതേപോലെ ഒന്ന് വരച്ചു കൊടുക്കാൻ പോവാണ്. ഇങ്ങനെ വരയ്ക്കുന്ന സമയത്ത് കീബോർഡിൽ ഷിഫ്റ്റ് കൂടെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് നമുക്ക് കിട്ടുന്നതായിരിക്കും. ഏകദേശം ഈ രീതിയിലുള്ള ഷേപ്പ് കിട്ടിയിട്ടുണ്ട്. ശേഷം ഇതിനെ ഒന്ന് റൊട്ടേറ്റ് ചെയ്യേണ്ടതുണ്ട്. അങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ഷേപ്പിൻ്റെ സൈഡിലേക്ക് മൗസ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇതേപോലെ നമ്മുടെ മൗസിൻ്റെ ഐക്കൺ ഈ ഒരു രൂപത്തിൽ മാറിയിട്ടുണ്ടാവും. അങ്ങനെ മാറുന്ന സമയത്ത് അവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഇങ്ങനെ വലിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അത് റൊട്ടേറ്റ് ആയിട്ട് നമുക്ക് കിട്ടുന്നതായിരിക്കും. ഞാനിതേപോലെ ഒന്ന് വലിച്ചു കൊടുക്കാൻ പോവാണ്. ഈ ഒരു സമയത്ത് ഷിഫ്റ്റ് കൂടെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് ഒരു ലെവലിൽ തന്നെ നമുക്ക് കിട്ടുന്നതായിരിക്കും. ഞാനിപ്പോൾ ഏകദേശം ഈ ഒരു രീതിയിൽ അത് ഫിക്സ് ചെയ്യാൻ പോവാണ്. അതിനു മുമ്പായിട്ട് നമ്മുടെ ത്രികോണത്തിൻ്റെ കോർണറുകൾ ഒന്ന് കറക്റ്റ് അഡ്ജസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒന്ന് സൂം ചെയ്യുന്നു. ശേഷം ഈ പോയിന്റിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഇതേപോലെ ഒന്ന് വലിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ കോർണർ ഒന്നും കൂടെ റൗണ്ടായിട്ട് നമുക്ക് കിട്ടുന്നതായിരിക്കും. അത് നിർബന്ധമില്ല, നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ചെയ്താൽ മതി. ശേഷം മൗസ് ടൂൾ സെലക്ട് ചെയ്യുന്നു. ശേഷം സൂം ഔട്ട് ചെയ്തുകൊണ്ട് നമുക്കതൊന്ന് ചെക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ കറക്റ്റായിട്ട് ഒരു പോയിൻ്റ് കിട്ടിയിട്ടുണ്ട്. ഇനി ഇവിടെ കൂടെ പോയിൻറ്റുകൾ കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് ഈ ഒരു പോയിന്റിൽ ക്ലിക്ക് ചെയ്യുന്നു. ശേഷം കീബോർഡിൽ ഓൾട്ട് പ്രസ് ചെയ്തുകൊണ്ട് ഇതേപോലെ ഒന്ന് വലിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്കതിൻ്റെ കോപ്പി കിട്ടുന്നതായിരിക്കും. ഇങ്ങനെ വലിക്കുന്ന സമയത്ത് ഷിഫ്റ്റ് കൂടെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് നേരെ തന്നെ നമുക്ക് കിട്ടുന്നതായിരിക്കും. ഈ ഒരു ഭാഗത്ത് എത്തിയതിന് ശേഷം കീബോർഡിൽ നിന്നും മൗസിൽ നിന്നും ഒന്ന് വിരലെടുത്ത് കൊടുക്കുന്നു. അപ്പോൾ ഒരു പോയിന്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഇവിടെയും പോയിന്റുകൾ കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് ഈ ഒരു പോയിന്റിൽ ക്ലിക്ക് ചെയ്യുന്നു. ശേഷം കീബോർഡിൽ ഓൾട്ട് പ്രസ് ചെയ്തുകൊണ്ട് ഇതേപോലെ ഒന്ന് വലിച്ചു കൊടുക്കുന്നു. ഷിഫ്റ്റ് കൂടെ ഒന്ന് പ്രസ് ചെയ്തുകൊണ്ട് ഈ രൂപത്തിൽ അത് കറക്റ്റായിട്ട് തന്നെ കൊണ്ടുവരുന്നു. ഇതേപോലെ മുഴുവൻ പോയിന്റുകൾ ഞാൻ പെട്ടെന്ന് കൊണ്ടുവരാൻ പോവുകയാണ്. ഇപ്പോൾ നമുക്ക് മുഴുവൻ പോയിന്റുകളും കിട്ടിയിട്ടുണ്ട്. ശേഷം നമ്മുടെ ഈ ഒരു ഡിസൈനിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു യെല്ലോ ബോക്സും അതിനകത്തായിട്ട് കുറച്ച് ഡീറ്റെയിൽസും കാണുന്നുണ്ട്. അത് എങ്ങനെ കൊണ്ടുവരാം എന്ന് നമുക്ക് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഈ യെല്ലോ ബോക്സ് എങ്ങനെ കൊണ്ടുവരാം എന്ന് നമുക്ക് നോക്കാം. ഞാൻ ഫോട്ടോഷോപ്പിലേക്ക് തന്നെ പോകുന്നു. അതിന് മുമ്പായിട്ട് ആദ്യമായിട്ട് മൂവ് ടൂൾ സെലക്ട് ചെയ്തുകൊണ്ട് നമ്മുടെ ഫോട്ടോഷോപ്പിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലായിട്ടൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുന്നു. നമ്മൾ പുതിയ ഷേപ്പ് വരയ്ക്കുന്ന സമയത്ത് നിലവിലുള്ള ഷേപ്പുമായിട്ട് അത് ലിങ്ക് ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ക്ലിക്ക് ചെയ്യുന്നത്. ശേഷം നമുക്ക് ഷേപ്പ് ടൂൾ സെലക്ട് ചെയ്തുകൊണ്ട് ഷേപ്പ് വരയ്ക്കാവുന്നതാണ്. ഞാനിവിടെ ടൂൾ ബാറിൽ നിന്നും ഷേപ്പ് ടൂളിന് മുകളിൽ മൗസ് വെച്ചുകൊണ്ട് റെക്റ്റാങ്കിൾ ടൂൾ എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുക്കുന്നു. ശേഷം ഇവിടെ ഫില്ല് ചെയ്യുന്നിടത്ത് യെല്ലോ തന്നെയാണ് സെലക്റ്റായി കിടക്കുന്നത്. ശേഷം ഇവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ഇതേപോലെ ഒന്ന് വരച്ചു കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ നമുക്ക് ഈ ഒരു രീതിയിൽ കിട്ടിയിട്ടുണ്ട്. വേണമെങ്കിൽ ഇതേപോലെ അതിൻ്റെ സൈസ് നമുക്ക് കൂട്ടി കൊടുക്കാവുന്നതാണ്. ശേഷം മൂവ് ടൂൾ സെലക്ട് ചെയ്തുകൊണ്ട് അത് അവിടെ തന്നെ ഫിക്സ് ചെയ്യാൻ പോവാണ്. ശേഷം വീണ്ടും നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുന്നു. ശേഷം നമ്മുടെ ഡിസൈനിൽ കാണുന്ന പോലെ തന്നെ ഈ ഒരു ബോക്സ് കൂടെ ഒന്ന് കൊണ്ടുവരാനാണ് ഉദ്ദേശിക്കുന്നത്. ഈ ബോക്സ് നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും. ഇതിൻ്റെ കോർണറുകൾ റൗണ്ട് ആയിട്ടാണ് വരുന്നത്. അത് എങ്ങനെ കൊണ്ടുവരാമെന്ന് നമുക്ക് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഷേപ്പ് ടൂളിൽ നിന്നും
റെക്റ്റാങ്കിൾ ടൂൾ എന്ന് പറയുന്ന ഈ ഒരു ടൂൾ സെലക്ട് ചെയ്യാം. ഒരു പക്ഷേ നിങ്ങൾ ഉപയോഗിക്കുന്നത് ഫോട്ടോഷോപ്പിൻ്റെ കുറച്ച് പഴയ വെർഷനൊക്കെ ആണെങ്കിൽ ഇവിടെ റൗണ്ടഡ് റെക്റ്റാങ്കിൾ ടൂൾ എന്ന ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. ആ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്ത് മുകളിൽ ഇവിടെ റേഡിയസ് എന്നൊരു ഓപ്ഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അവിടെ റേഡിയസ് എന്നതിൽ ഒരു 50 എന്നൊക്കെ കൊടുത്ത് നിങ്ങൾക്ക് വരക്കാവുന്നതാണ്. എൻ്റെ ഫോട്ടോഷോപ്പിൽ റെക്റ്റാങ്കിൾ ടൂൾ എന്ന ഈ ഒരു ഓപ്ഷൻ മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുക്കുന്നു. ശേഷം ഇവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഇതേപോലെ ഒന്ന് വരച്ചു കൊടുക്കാൻ പോവുകയാണ്. ഇപ്പോൾ ഈ രീതിയിൽ കിട്ടിയിട്ടുണ്ട്. ശേഷം ഇതിൻ്റെ കളർ ചേഞ്ച് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഈ ഒരു കളർ ബോക്സിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഒരു ഡാർക്ക് ബ്ലൂ സെലക്ട് ചെയ്ത് കൊടുക്കുന്നു. അപ്പോൾ ഈ രീതിയിൽ കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ കോർണറുകൾ ഒന്ന് റൗണ്ട് ആക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിതൊന്ന് സൂം ചെയ്യാൻ പോവാണ്. അങ്ങനെ സൂം ചെയ്യുന്ന സമയത്ത് ഇതേപോലെ ചുറ്റും 4 പോയിൻറ്റുകൾ കിട്ടുന്നതാണ്. ആ പോയിൻറ്റിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഇതേപോലെ ഒന്ന് വലിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ കോർണറുകൾ റൗണ്ടായിട്ട് നമുക്ക് കിട്ടുന്നതായിരിക്കും. ശേഷം ഇതിൻ്റെ സൈസ് ഒന്നും കൂടെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ പോവാണ്. ശേഷം മൗട്ട് തന്നെ സെലക്ട് ചെയ്യുന്നു. ശേഷം ബാക്ക്ഗ്രൗണ്ടിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ആ സെലക്ഷൻ ഒന്ന് ഒഴിവാക്കി കൊടുക്കുന്നു. ഇപ്പോൾ ഈ രീതിയിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിനകത്തായിട്ട് രജിസ്റ്റർ നൗ എന്ന ടെക്സ്റ്റ് കൊണ്ടുവരേണ്ടതുണ്ട്. അതിന് വേണ്ടിയിട്ട് ഈ ഒരു ടെക്സ്റ്റിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് അത് സെലക്ട് ചെയ്യുന്നു. ശേഷം കീബോർഡിൽ ഓൾട്ട് പ്രസ് ചെയ്തുകൊണ്ട് ഇതേപോലെ ഒന്ന് വലിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ കോപ്പി നമുക്ക് കിട്ടുന്നതായിരിക്കും. ഏകദേശം അതിൻ്റെ കോപ്പി ഇവിടെ കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഈ ഷേപ്പിന് താഴെയായിട്ടാണ് ടെക്സ്റ്റ് വരുന്നത്, അതുകൊണ്ടാണ് കാണാത്തത്. അങ്ങനെ അതിന് മുകളിലോട്ട് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് കീബോർഡിൽ കൺട്രോളും ഷിഫ്റ്റും ഒരുമിച്ച് പ്രസ് പിടിച്ചുകൊണ്ട് നമ്മുടെ ഈ ഒരു ബട്ടൺ പ്രസ് കൊടുത്തു കഴിഞ്ഞാൽ താഴെ കാണുന്ന ടെക്സ്റ്റ് മുകളിലോട്ട് വരുന്നതായിരിക്കും. ശേഷം കീബോർഡിൽ ടൈപ്പ് ടൂൾ സെലക്ട് ചെയ്തുകൊണ്ട് ഈ ഒരു ടെക്സ്റ്റിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുന്നു. ശേഷം കൺട്രോൾ എ എന്ന് പ്രസ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ടെക്സ്റ്റ് മുഴുവനായിട്ടും സെലക്ട് ആയിട്ട് കിട്ടുന്നതായിരിക്കും. ശേഷം രജിസ്റ്റർ നൗ എന്ന ടെക്സ്റ്റ് ഇവിടെ ടൈപ്പ് ചെയ്തെടുക്കാൻ പോവുകയാണ്. ഞാനിപ്പോൾ ഇവിടെ കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്യാനാണ് പോകുന്നത്. ഇപ്പോൾ ഈ ഒരു ടെക്സ്റ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ശേഷം ഈ ഒരു ടിക്ക് മാർക്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് അവിടെ തന്നെ ഫിക്സ് ചെയ്യുന്നു. ശേഷം കൺട്രോൾ ടി എന്ന് പ്രസ് ചെയ്തുകൊണ്ട് ഇതിൻ്റെ സൈസ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ഏകദേശം ഈ ഒരു ഭാഗത്തായിട്ട് ഫിക്സ് ചെയ്യുന്നു. ശേഷം ഈ ഒരു ടിക്ക് മാർക്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് വീണ്ടും അവിടെ തന്നെ അതൊന്ന് ഫിക്സ് ചെയ്യുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് നോക്കി കാണാൻ പറ്റും നമ്മുടെ പോസ്റ്ററിൻ്റെ ഇത്രയും ഭാഗം നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മുടെ ഈ ഒരു പോസ്റ്ററിലേക്ക് നോക്കിയാൽ കാണാൻ പറ്റും ഇവിടെ ഒരു ഐക്കണും ഒരു മൊബൈൽ നമ്പറും കാണുന്നുണ്ട്. അത് എങ്ങനെ കൊണ്ടുവരാമെന്ന് നമുക്ക് നോക്കാം. ആദ്യമായിട്ട് ഐക്കണാണ് ഞാൻ കൊണ്ടുവരാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ലോഗോ കൊണ്ടുവന്നിട്ടുള്ള സെയിം മെത്തേഡ് തന്നെയാണ് ഉപയോഗിക്കുന്നത്. ഫയൽ എന്നതിലേക്ക് പോയിക്കൊണ്ട് പ്ലേസ് എംബഡഡ് എന്ന ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുക്കുന്നു. ശേഷം നമ്മുടെ ഐക്കണ് ഫോൾഡറിൽ നിന്നും സെലക്ട് ചെയ്യുന്നു. ശേഷം പ്ലേസ് എന്ന് പ്രസ് കൊടുത്തു കഴിഞ്ഞാൽ ലോഗോ നമ്മുടെ ഫോട്ടോഷോപ്പിൽ ഓപ്പൺ ആവുന്നതായിരിക്കും. ശേഷം അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുന്നു സൈസ്. ഞാനിതൊന്ന് സൂം ചെയ്തുകൊണ്ട് വർക്ക് ചെയ്യാൻ പോവാണ്. ഏകദേശം ഈ ഒരു ഭാഗത്തായിട്ട് ഫിക്സ് ചെയ്യുന്നു. ശേഷം ഈ ഒരു ടിക്ക് മാർക്കിൽ ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് കറക്റ്റായിട്ട് കിട്ടുന്നതായിരിക്കും. ശേഷം ആ ഒരു ടെക്സ്റ്റ് കൊണ്ടുവരാനാണ് പോകുന്നത്. അതിന് വേണ്ടിയിട്ട് മൗസ് ടൂൾ സെലക്ട് ചെയ്യുന്നു. ശേഷം രജിസ്റ്റർ നൗ എന്ന ഈ ഒരു ടെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുന്നു. ശേഷം കീബോർഡിൽ ഓൾട്ട് പ്രസ് ചെയ്തുകൊണ്ട് ഇതിൻ്റെ കോപ്പി എടുത്തുകൊണ്ട് ഇവിടെ വെക്കാൻ പോവുകയാണ്. ശേഷം ടൈപ്പ് ടൂൾ സെലക്ട് ചെയ്തുകൊണ്ട് ടെക്സ്റ്റ് മുഴുവനായിട്ടും ഒന്ന് സെലക്ട് ചെയ്യുന്നു. ശേഷം നമ്മുടെ നമ്പർ ഇവിടെ പേസ്റ്റ് ചെയ്യാനാണ് പോകുന്നത്. ഈ ഒരു നമ്പർ ഇവിടെ പേസ്റ്റ് ചെയ്യുന്നു. ശേഷം ഇതിൻ്റെ കളർ ചേഞ്ച് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് മുഴുവനായിട്ടും ഒന്ന് സെലക്ട് ചെയ്തുകൊണ്ട് ഈ ഒരു ബോക്സിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ബ്ലാക്ക് കളർ സെലക്ട് ചെയ്ത് കൊടുക്കുന്നു. ശേഷം ഓക്കെ എന്ന് പ്രസ് ചെയ്യുന്നു. ശേഷം കൺട്രോൾ ടി എന്ന് പ്രസ് ചെയ്തുകൊണ്ട് അതിൻ്റെ സൈസ് വേണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ നമുക്ക് ഈ ഒരു രീതിയിൽ കിട്ടിയിട്ടുണ്ട്. ശേഷം ഈ ഒരു ടിക്ക് മാർക്കിൽ ഒന്ന് ക്ലിക്ക് ചെയ്തെടുക്കാൻ പോവാണ്. ശേഷം ഇവിടെയും ഇതേപോലെ ഒരു വെബ്സൈറ്റിൻ്റെ ഐക്കണും ടെക്സ്റ്റും കൊണ്ടുവരാനാണ് പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഈ ഒരു ടെക്സ്റ്റിൽ ഒന്ന് ക്ലിക്ക് ചെയ്തുകൊണ്ട് അതിൻ്റെ കോപ്പി എടുക്കാൻ പോവാണ്. ഏകദേശം ഈ ഒരു ഭാഗത്തായിട്ട് അത് ഫിക്സ് ചെയ്യുന്നു. ആ ഒരു വെബ്സൈറ്റ് ഇവിടെ ടൈപ്പ് ചെയ്തെടുക്കാൻ പോവാണ്. അതിന് വേണ്ടി ടൈപ്പ് ടൂൾ സെലക്ട് ചെയ്തുകൊണ്ട് നമ്മുടെ ടെക്സ്റ്റ് മുഴുവനായിട്ടൊന്ന് സെലക്ട് ചെയ്തുകൊണ്ട് ആ ഒരു വെബ്സൈറ്റ് ഇവിടെ പേസ്റ്റ് ചെയ്യുന്നു. ശേഷം മൗസ് ടൂൾ സെലക്ട് ചെയ്തുകൊണ്ട് ഇത് ഒന്നുകൂടെ ഈ ഒരു ഭാഗത്തേക്ക് കൊണ്ടുവരാൻ പോവാണ്. ശേഷം ഈ ഒരു ഭാഗത്തേക്ക് നേരത്തെ എങ്ങനെയാണോ ഈ ഒരു ഐക്കൺ കൊണ്ടുവന്നത് ആ ഒരു സെയിം മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് വെബ്സൈറ്റും കൊണ്ടുവരാവുന്നതാണ്. ഇവിടെ ഫയൽ എന്നതിൽ നിന്നും പ്ലേസ് എംബഡഡ് എന്നൊരു ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുക്കുന്നു. ശേഷം വെബ്സൈറ്റ് സെലക്ട് ചെയ്യുന്നു. പ്ലേസ് എന്ന് പ്രസ് കൊടുത്തു കഴിഞ്ഞാൽ അത് ഫോട്ടോഷോപ്പിൽ ഓപ്പൺ ആവുന്നതായിരിക്കും. ഈ ഒരു ഭാഗത്ത് ക്ലിക്ക് ചെയ്തുകൊണ്ട് അതിൻ്റെ സൈസ് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുന്നു. ഇപ്പോൾ ഏകദേശം ഈ രീതിയിൽ കിട്ടിയിട്ടുണ്ട്. ഇനി ഈ നമ്പറിൽ ചെറിയ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് ഞാൻ വരുത്തുന്നുണ്ട്. അതായത് ഈ ഐക്കൺ ഒന്ന് ചെറുതാക്കിയിട്ട് ഈ ഒരു ഭാഗത്തേക്ക് വെക്കാൻ പോവാണ്. ഇതിന് വേണ്ടിയിട്ട് ഇതിൽ ക്ലിക്ക് ചെയ്യുന്നു. ശേഷം കൺട്രോൾ ടി എന്ന് പ്രസ് ചെയ്തുകൊണ്ട് ഒന്ന് ചെറുതാക്കാൻ പോവാണ്. ശേഷം ഇതിനെ ഈ ഒരു ഭാഗത്തേക്ക് ഒന്ന് കൊണ്ടുവരാൻ പോവാണ്. ശേഷം ഈ ഒരു ടെക്സ്റ്റും ഒന്ന് ക്ലിക്ക് ചെയ്തുകൊണ്ട് ഇതേപോലെ ഒന്ന് കൊണ്ടുവരാൻ പോവുകയാണ്.
ഇപ്പോൾ ഈ ഒരു രീതിയിൽ കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ പൊസിഷൻ അഡ്ജസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഇതേപോലെ മുഴുവൻ സെലക്ട് ചെയ്തുകൊണ്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള ഭാഗത്തേക്ക് മാറ്റി വെക്കാവുന്നതാണ്. പക്ഷേ അങ്ങനെ ചെയ്യുന്ന സമയത്ത് താഴെ കാണുന്ന ലെയറുകൾ ലോക്ക്ഡ് ആണ് എന്ന് ഉറപ്പുവരുത്തേണ്ടതുണ്ട്. അത് ജസ്റ്റ് ഒന്ന് ഞാനിവിടെ കാണിക്കാൻ പോവുകയാണ്. അതിന് വേണ്ടിയിട്ട് നമ്മുടെ ഫോട്ടോഷോപ്പിൻ്റെ ഔട്ട് സൈഡിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുന്നു. ശേഷം ഈ ഒരു ലെയറിൽ ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് ഇവിടെ സെലക്ട് ആയിട്ട് കിട്ടുന്നതാണ്. ശേഷം മുകളിൽ കാണുന്ന ഈ ഒരു ലോക്ക് ബട്ടണിൽ പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് ലോക്കായിട്ട് നമുക്ക് കിട്ടുന്നതായിരിക്കും. ശേഷം നമുക്ക് ഇതിൽ അഡ്ജസ്റ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇതേപോലെ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമ്മുടെ ഫോട്ടോഷോപ്പിൻ്റെ ഔട്ട് സൈഡിൽ നിന്ന് ഇതേപോലെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ഐക്കണും അതിനോട് കൂടെ തന്നെ നമ്പറും സെലക്ട് ആയിട്ട് കിട്ടിയിട്ടുണ്ടാകും. ശേഷം അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് മാറ്റി വെക്കാവുന്നതാണ്. ഏകദേശം ഈ ഒരു ഭാഗത്തേക്ക് മാറ്റി വെക്കുന്നു. ശേഷം ഈ ഒരു ഭാഗവും ഇതേപോലെ സെലക്ട് ചെയ്യുന്നു. ശേഷം ഇങ്ങോട്ടൊന്ന് മാറ്റി വെക്കാൻ പോവാണ്. അവസാനമായിട്ട് ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റുകളൊക്കെ ഈ ഒരു രീതിയിൽ നമുക്ക് വരുത്താവുന്നതാണ്. അതുപോലെ തന്നെ ഈ ഏരിയ മുഴുവനും ഇതേപോലെ സെലക്ട് ചെയ്തുകൊണ്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള ഭാഗത്തേക്ക് മാറ്റി വെക്കാവുന്നതാണ്. ഇപ്പോൾ നമ്മുടെ ഡിസൈൻ മുഴുവനായിട്ടും നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. ഇനി ഇതിനെ സേവ് ചെയ്യുന്നത് എങ്ങനെയെന്ന് നമുക്ക് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഫയൽ എന്നതിൽ നിന്നും സേവ് എന്ന് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഇതിൻ്റെ ഫോട്ടോഷോപ്പ് ഫയൽ നമുക്ക് സേവ് ചെയ്തെടുക്കാവുന്നതാണ്. ഞാൻ ആദ്യമായിട്ട് ഇതിൻ്റെ ഫോട്ടോഷോപ്പ് ഫയൽ ഒന്ന് സേവ് ചെയ്തെടുക്കുന്നു. ഇവിടെ പോസ്റ്റർ എന്ന് ക്ലിക്ക് ചെയ്തുകൊണ്ട് ഞാൻ സേവ് ചെയ്യാൻ പോവാണ്. ഇവിടെ ഫയലിൽ നെയിം എന്നെടുത്ത് പോസ്റ്റർ എന്ന് ടൈപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ശേഷം താഴെ കാണുന്ന സേവ് ആസ് ടൈപ്പ് എന്നെടുത്ത് ഓൾറെഡി ഫോട്ടോഷോപ്പ് PSD എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷൻ തന്നെയായിരിക്കും സെലക്ട് ആയി കിടക്കുന്നത്. അതല്ലെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് അത് സെലക്ട് ചെയ്യാൻ ശ്രമിക്കുക. ശേഷം സേവ് എന്ന് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇതേപോലെ ഒരു പോപ്പപ്പ് ലഭിക്കുന്നതാണ്. അതിൽ ഓക്കെ എന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഇതിൻ്റെ ഫോട്ടോഷോപ്പ് ഫയൽ, അതായത് നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഫയൽ സേവ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. പിന്നീട് നമുക്ക് എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണം എന്നുണ്ടെങ്കിൽ ആ ഒരു ഫയൽ ഓപ്പൺ ചെയ്തുകൊണ്ട് നമുക്ക് മാറ്റങ്ങൾ വരുത്താവുന്നതാണ്. ഇനി ഇൻസ്റ്റഗ്രാമിലൊക്കെ ഷെയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇതിനെ ഒരു ഫോട്ടോ ആക്കിയിട്ട് സേവ് ചെയ്യേണ്ടതുണ്ട്. അതിന് വേണ്ടിയിട്ട് ഫയൽ എന്നതിൽ നിന്നും സേവ് എ കോപ്പി എന്ന ഓപ്ഷൻ നിങ്ങളുടെ ഫോട്ടോഷോപ്പിൽ അവൈലബിൾ ആണ് എന്നുണ്ടെങ്കിൽ ആ ഒരു ഓപ്ഷൻ തന്നെ സെലക്ട് ചെയ്യുക. ഇനി ആ ഒരു ഓപ്ഷൻ നിങ്ങളുടെ ഫോട്ടോഷോപ്പിൽ അവൈലബിൾ അല്ല എന്നുണ്ടെങ്കിൽ സേവ് ആസി എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. എൻ്റെ ഫോട്ടോഷോപ്പിൽ സേവ് എ കോപ്പി എന്ന ഓപ്ഷൻ ഉണ്ടായതുകൊണ്ട് തന്നെ അത് സെലക്ട് ചെയ്ത് കൊടുക്കുന്നു. ശേഷം സേവ് ആസ് ടൈപ്പ് എന്നെടുത്ത് ക്ലിക്ക് ചെയ്തുകൊണ്ട് JPEG എന്ന ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുക്കുന്നു. ശേഷം എന്തെങ്കിലും പേര് മാറ്റണം എന്നുണ്ടെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് മാറ്റാവുന്നതാണ്. ഞാനിപ്പോൾ സേവ് എന്ന് പ്രസ് കൊടുക്കുന്നു. ഈ ഒരു ഭാഗത്ത് ക്ലിക്ക് ചെയ്തുകൊണ്ട് അതിൻ്റെ ക്വാളിറ്റി നമുക്ക് ഫിക്സ് ചെയ്യാവുന്നതാണ്. ശേഷം ഓക്കെ എന്ന് പ്രസ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഡിസൈൻ ഗാലറിയിൽ ഇമേജ് ആയിട്ട് സേവ് ആയിട്ടുണ്ടാവും. നമുക്കത് നോക്കാവുന്നതാണ്. ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും പോസ്റ്റർ കോപ്പി എന്ന് പറയുന്ന ആ ഒരു ഫയൽ കാണാൻ സാധിക്കുന്നതാണ്. അത് ക്ലിക്ക് ചെയ്തുകൊണ്ട് ഓപ്പൺ ചെയ്യുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും നമ്മുടെ ഡിസൈൻ മുഴുവനായിട്ടും നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾക്കും ഇതേപോലെ സ്കൂൾ അഡ്മിഷൻ്റെ പോസ്റ്ററുകൾ അതല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പോസ്റ്ററുകളൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇത് ആദ്യം കാണുന്ന സമയത്ത് ചിലപ്പോൾ ചെറിയ കൺഫ്യൂഷനൊക്കെ വരാൻ സാധ്യതയുണ്ട്. എന്ത് തന്നെയായാലും ഇതേപോലെ കുറച്ച് ഡിസൈനുകളൊക്കെ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഡിസൈനുകളും നിങ്ങൾക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇത്തരത്തിലുള്ള വീഡിയോസ് മുമ്പും നമ്മുടെ ചാനലിൽ ഒരുപാട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ ചാനലിൽ പോയിക്കൊണ്ട് നിങ്ങൾക്ക് കാണാവുന്നതാണ്. ചാനൽ എന്ത് തന്നെയായാലും സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ കാണുന്നതുവരെ ഗുഡ് ബൈ.